പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര രാജൻ, നിഖില വിമൽ തുടങ്ങി വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ. ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ ഇതങ്ങനെ അത്ര ഇമ്പ്രസീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ചെന്ന് കാണണമെന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. റിവ്യൂ ഒന്ന് കോട്ട് ചെയ്യണം. സോ ഈ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് ഇത് തിയേറ്ററിൽ ചെന്ന് കാണാമെന്ന്. അങ്ങനെ കണ്ട ഗുരുവായൂരമ്പല നടയെ പറ്റിയിട്ടാണ് ഈ റിവ്യൂ. 2024 പുറത്തിറങ്ങിയ ഒരു പ്രിയദർശൻ ചിത്രം എന്ന് വേണമെങ്കിൽ ഗുരുവായൂരമ്പല നടയെ വിശേഷിപ്പിക്കാം. എന്നിരുന്നാലും അത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി ചിത്രമൊന്നുമല്ല. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ബോറടിക്കുകയും അതിലെ തമാശകളൊന്നും വർക്കാവുകയും ചെയ്തില്ല. എന്നിരുന്നാലും ഫസ്റ്റ് ഹാഫ് ഒരുപാട് ബിൽഡപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വർക്കാവുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോയിങ് എന്ന സിനിമയിൽ മോഹൻലാലിന് തൻ്റെ കാമുകിയെ ബോധ്യപ്പെടുത്താനായി ഒരു അച്ഛനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ജഗതി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ അടുത്തും ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്തും ഒക്കെയാണ് ജഗതി പോകുന്നത്. അവരൊന്നും ആദ്യം ഇങ്ങനൊരു നാടകത്തിൽ അഭിനയിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നുണ പറയാൻ അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ കുഴപ്പത്തിലാവുന്ന ജഗതി സ്വയം അതിൽ അഭിനയിക്കാനായിട്ട്, ഈ അച്ഛനായിട്ട് അഭിനയിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മോഹൻലാലിൻ്റെ നായികയുടെ മുമ്പിൽ ജഗതി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഇയാൾ ആദ്യം ചെന്ന് സമീപിച്ച എല്ലാവരും അച്ഛന്മാരായിട്ട് വരുന്നൊരു സീനുണ്ട്. അതുപോലെയാണ് ലിറ്ററലി നമ്മുടെ ഗുരുവായൂരമ്പല നടയിൽ. വളരെയധികം നമുക്ക് ആ ഒരു സീനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഗുരുവായൂരമ്പല നടയിലെ തമാശകൾ. ഈ ചിത്രത്തിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങും അവരുടെ ഒരു കോമഡി ടൈമിങ്ങും ഒക്കെയാണ്. സിജു സണ്ണിയും ജോമോൻ ജ്യോതിരും ഒക്കെ അന്യായ പെർഫോമൻസാണ്. പിന്നെ ഇതിലെടുത്തു പറയേണ്ട മറ്റൊന്ന് ബേസിലിൻ്റെ ഒരു പ്രസൻസ്. ഈ ചിത്രത്തിൽ ബേസിലിൻ്റെ ഒരു പ്രസൻസ് വളരെയധികം ഈ ചിത്രത്തെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പൃഥ്വിരാജിന് ഒരു പറ്റുന്നൊരു വേഷമായിരുന്നു എന്നൊക്കെ ഒരു ഇറ്റ്സ് അപ് ടു യു. ഇത് എനിക്ക് അത്രയ്ക്കൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു റോളായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പുള്ളിയുടെ ഒരു താരപരിവേഷത്തിന് പറ്റുന്ന തരത്തിലൊരു ക്ലൈമാക്സ് ആണ് ഈ ചിത്രത്തിലുള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് പല പാട്ടുകളും അല്ലെങ്കിൽ പല സംഭവങ്ങളും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ലെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ജുവർഗീസിൻ്റെ ആ സോങ്ങും അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറായി വരുന്ന സംഘടനവുമെല്ലാം വളരെയധികം ആസ്വാദകരമാണ്. തികച്ചും ഫിക്ഷണലായിട്ടുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ സമീപിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചിത്രം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളും ഈ ചിത്രം കാണുക, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എൻ്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം.